ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. സോ ഇന്ന് നമുക്ക് ബാക്കിയുള്ള തിയറംസ് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 തിയറംസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, തിയറം 3.1 ആൻഡ് 3.2. അപ്പോൾ ഇന്ന് നമുക്ക് 3.3 ആൻഡ് 3.4 നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയ തിയറമാണ്, ഒത്തിരി വലുതൊന്നും അല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറമാണ്. അപ്പോൾ ഇതിൽ ഒരു ട്രീ എടുക്കുമ്പോൾ, അതായത് ഇൻ എ ട്രീ വിത്ത് 2 or more vertices there are at least 2 pendant vertices. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വെർട്ടെക്സ് എടുത്താൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൽ എഡ്ജസ് ഉണ്ടാവില്ല. ഇനി 2 വെർട്ടെക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു എഡ്ജായിരിക്കും. ഇതും ഒരു ട്രീ ആണോ? ആണ്. ഇനി 3 വേർട്ടിസസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതും ഒരു ട്രീ ആണ്. അപ്പോൾ ഈ ഒരു ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ എത്ര പെൻഡൻറ്റ് വേർട്ടിസസ് വരുന്നുണ്ട്? മിനിമം 2 പെൻഡൻറ്റ് വേർട്ടിസസ് എങ്കിലും വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഒഫീഷ്യലി നമ്മളിതിനെ തിയറമായിട്ട്, തിയററ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മളിതിനെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇൻ എ ട്രീ വിത്ത് 2 or more vertices, അപ്പോൾ നമുക്ക് ഇതവിടെ അപ്ലിക്കബിൾ അല്ല, ഇതും ആപ്ലിക്കബിൾ അല്ല. 2 or more vertices, അപ്പോൾ നമ്മൾ 2 or more എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇൻക്ലൂഡഡ് ആണല്ലോ. വി ക്യാൻ ഇൻക്ലൂഡ് ദിസ് വൺ, ഇതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സിംഗിൾ വേർട്ടെക്സിൻ്റെ കാര്യം വിട്ടേക്ക്. അപ്പോൾ ഇതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഇതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ there are അറ്റ്ലീസ്റ്റ് 2 pendant vertex എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ ലീസ്റ്റ് 2 ആയിരിക്കണം. അപ്പോൾ 2ൽ കൂടുതലോ പെൻഡൻറ്റ് വേർട്ടിസസ് വരാം. അറ്റ് ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അറ്റ് ദ ലീസ്റ്റ് 2 ആയിരിക്കണം, മിനിമം 2 ആയിരിക്കാം. 2 or more, അതാണ് കണ്ടീഷൻ. അപ്പോൾ ലെറ്റ് ടി ബി എ ട്രീ വിത്ത് n vertices where n is greater than or equal to 2. That is the condition given here. 2 or more, അപ്പോൾ n greater than or equal to 2, അല്ലേ? അപ്പോൾ കഴിഞ്ഞ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രീവിയസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം എ ട്രീ വിത്ത് n vertices has n-1 edges. അതാണ് തിയറം 3.2ൽ നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ്. സോ വി ഹാവ് ടു മെൻഷൻ ഹിയർ എ ട്രീ വിത്ത് n vertices has n-1 എഡ്ജസ്. ഇതാണ് നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ട്രീക്ക് ഇവിടെ നമ്മൾ ഇൻ ജനറൽ n വേർട്ടിസസ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെഴുതാം? n-1 എഡ്ജസ്. അപ്പം നമ്മൾ ഈ ഒരു തിയറം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, തിയറം 3.2 പ്രൂവ് ചെയ്യണോ? അത് മാർക്കിൻ്റെ ബേസിസിലാണ്. ഇത് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഇതിൻ്റെ പ്രൂഫ് വേണമെന്നില്ല. ബട്ട് ഇതേ തിയറത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സപ്പോസ് 5 മാർക്സിനോ 6 മാർക്സ് 7 മാർക്സിനാണ് വരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തിയറം 3.2 പ്രൂവ് ചെയ്തതിന് ശേഷം തിയറം 3.3 നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ മാർക്ക്, ഓൺ ദ ബേസിസ് ഓഫ് മാർക്ക് വി ഹാവ് ടു പ്രൂവ് ഓർ നോട്ട്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. പ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് ദ മാർക്ക്. സോ ഹിയർ ദ സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വെർട്ടിസസ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. എന്ന് പറഞ്ഞാൽ എന്താണത്? എവിടെയോ കേട്ട ഓർമ്മയുണ്ട്, അല്ലേ? അതായത് അത് നമ്മുടെ ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ 2 തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വലിയ പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ 2 തിയറം, ഇതിനുള്ളിൽ 2 തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഒന്ന് തിയറം 3.2ഉം മറ്റൊന്ന് ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിൻ്റെ പ്രൂഫും. അപ്പോൾ ഇത് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 2 പ്രൂഫ് നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഈ പ്രൂഫിനകത്ത് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് കൂടുതലൊന്നും വരുന്നില്ല. അപ്പോൾ ടി കൺസിസ്റ്റ് ഓഫ് n-1 എഡ്ജസ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഹിയർ ദ സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വെർട്ടിസസ് ഇസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ദ ഡിഗ്രി, ദാറ്റ് ഈസ് i വേരീസ് ഫ്രം 1 to n, ഡിഗ്രി ഓഫ് vi ഇസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്? എഡ്ജസ് ഈക്വൽ ടു n-1, ദാറ്റ് ഈസ് ട്വൈസ് n-1 ആണ് വരുന്നത്. അപ്പോൾ 2 into n-1 is divided among the vertices. അപ്പോൾ നമുക്കറിയാം ഒരു ട്രീ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ഇതിൽ ഒരു വെർട്ടെക്സും എന്താണ് 0 ഡിഗ്രിയിൽ വരത്തില്ല. സിൻസ് നോ വെർട്ടെക്സ് ക്യാൻ ബി ഓഫ് 0 ഡിഗ്രി, അല്ലേ? എന്തുകൊണ്ട് നോ വെർട്ടെക്സ് ക്യാൻ ബി ഓഫ് 0 ഡിഗ്രി എന്നിവിടെ പറയാൻ കാരണം, ബിക്കോസ് വി ഹാവ് അസ്യൂംഡ് ദാറ്റ്. അസ്യൂംഡ് എന്താണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്? n എന്ന് പറയുന്ന സംഭവം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന വെർട്ടെക്സിൻ്റെ ട്രീ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് n is equal
ഈക്വൽ ടു 2 സിംഗിൾ വെർട്ടെക്സിൻ്റെ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് സിംഗിൾ വെർട്ടെക്സ് വന്നാൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല. നമുക്കിവിടെ തന്നിരിക്കുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നോ വെർട്ടെക്സ് ക്യാൻ ബി ഓഫ് ഡിഗ്രി 0. അതെന്താണ് കാരണം? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് അവിടെ തന്നിരിക്കുന്നത്. n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. രണ്ട് വെർട്ടെക്സ് വരുമ്പോൾ ഇതിൽ എയും ബിയും ആണെങ്കിൽ ഇതിൽ ഡിഗ്രി ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്, ഡിഗ്രി ഓഫ് ബി എന്ന് പറയുന്നത് 1 ആണ്. ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ഈസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു വെർട്ടെക്സും 0 ഡിഗ്രി വരത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദെയർ മസ്റ്റ് ബി, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നു ഒരു വെർട്ടെക്സും 0 ഡിഗ്രിയിലല്ല. അപ്പോൾ 2 ഇൻറ്റു n മൈനസ് 1 എന്നുള്ളതിൽ നമുക്ക് എങ്ങനെ പറയാം? ഇസ് ഡിവൈഡഡ് എമംഗ് ദ വെർട്ടിസസ്. ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വെർട്ടിസസിൻ്റെ ഇടയ്ക്ക്, അതായത് ഡിഗ്രിയുടെ ഇതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അന്നേരം ദെയർ മസ്റ്റ് ബി 2 വെർട്ടിസസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഈ മിനിമം 2 വെർട്ടെക്സ് എങ്കിലും ഡിഗ്രി 1 ആയിരിക്കും. അതായത് 2 ഇൻറ്റു n മൈനസ് 2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു n മൈനസ് 1 മൈനസ് 1. അപ്പോൾ ഏതോ 2 വെർട്ടെക്സ് അതിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. ഹെൻസ് ദർ ഇസ് എ ട്രീ വിത്ത് 2 ഓർ മോർ വെർട്ടിസസ്. ദർ ആർ അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വെർട്ടിസസ്. ഇനി ഈ പ്രോബ്ലം നമുക്ക്, അതായത് ഈ തിയറം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ 2 ഇൻറ്റു n മൈനസ് 1 ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു n മൈനസ് 1നെ എങ്ങനെ ഡിവൈഡ് ചെയ്തു? അത് വേറൊന്നുമല്ല, അതിനെ അവർ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അതായത് 2n മൈനസ് 2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n മൈനസ് 1 മൈനസ് 1. അതായത് ഏതോ 2 വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ഡിഗ്രി വരുന്ന വെർട്ടെക്സ് ആണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദർ ഇസ് അറ്റ്ലീസ്റ്റ് 2 ഓർ മോർ വെർട്ടിസസ് വിത്ത് എന്താണ് പെൻഡൻറ്റ് വെർട്ടെക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. So the next theorem is theorem 3.4. If in a graph there is only one path between every pair of vertices, then G is a tree. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാം. ഒരു പാത്ത് എക്സിസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഗ്രാഫ് നമുക്ക് ഇങ്ങനെ എടുത്താലോ? അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുവാണ്. ഇതും ഒരു പാത്ത് വരുന്ന രീതിയിൽ, ക്ലോസ്ഡ് അല്ല, ബട്ട് ഒരേ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ ഈ വെർട്ടെക്സിന് എക്സിസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഗ്രാഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ഒരു ട്രീ ആണ് എന്നുള്ളത് നമ്മൾ പറയണം. അപ്പോൾ assume that in a graph there is one and only one path between every pair of vertices. അപ്പോൾ നമ്മൾ എന്താണ് assume ചെയ്യേണ്ടത്? There is only one and only one path between every pair of vertices. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? G ഈസ് എ കണക്റ്റഡ് ഗ്രാഫാണ് അല്ലേ? ഒരു പാത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫും കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് to prove that G is a tree. So to prove that there is no circuit, G ഒരു ട്രീ ആണ് എന്ന് പറയണമെങ്കിൽ എന്ത് നമ്മൾക്ക് പറഞ്ഞാൽ മതി? നമുക്ക് എന്താ പറയേണ്ടത്? there is no circuit, അതായത് ഒരു അസൈക്ലിക് ഗ്രാഫാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ സപ്പോസ് നോട്ട് എന്നെടുക്കുവാണ്. അതായത് എന്താണ്? സപ്പോസ് G has a circuit ആണെങ്കിൽ എന്താണ്? there exist more than one path between any pair of vertices. ഏത് 2 pair of vertices? നേരത്തെ നമ്മൾ പഠിച്ചു എയും ബിയുമാണ് ഒരു പാത്ത് വരുന്ന ഒരു വെർട്ടെക്സ് ആണെങ്കിൽ, ഇപ്പോൾ ഈ ഗ്രാഫ് ഒരു സർക്യൂട്ട് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ, അതിനൊരു സർക്യൂട്ട് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ ആ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രാഫിന് ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എയും ബിയും 2 വേർട്ടിസസ് വിച്ച് ആർ കണക്റ്റഡ് ബൈ 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് എന്ന് നമ്മൾ എടുക്കുവാണ്. 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്തിനെ നമുക്ക് ഏതൊക്കെ എടുക്കാം? P1 ആൻഡ് P2 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ അസംഷൻ. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ എടുക്കുന്ന ഗ്രാഫിൽ ഒരേ ഒരു സിംഗിൾ പാത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ അസംഷൻ തെറ്റല്ലേ? അതായത് നമ്മളെടുത്ത അസംഷൻ ഏതാണ്? സപ്പോസ് G ഹാസ് എ സർക്യൂട്ട് എന്നെടുത്ത ഈ അസംഷൻ തെറ്റായ ഒരു അസംഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ജിക്ക് സർക്യൂട്ട് ഇല്ല എങ്കിൽ, അതായത് G ഒരു അസൈക്ലിക് ഗ്രാഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും? G ഈസ് എ ട്രീ. അപ്പോൾ നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻ എ ഗ്രാഫ് ദർ ഇസ് one and only one path between every pair of vertices.
സോ നമ്മളിവിടെ എടുക്കുന്നത് ഇൻ എ ഗ്രാഫ് ദാറ്റ് അസ്യൂം ദാറ്റ് ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വെർട്ടിസസ് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് എ ട്രീ. സോ ടു പ്രൂവ് ദാറ്റ് ജി ഈസ് എന്താണ് ജി ഹാസ് നോ സർക്യൂട്ട്, ദാറ്റ് ഈസ് ഇനഫ്. സപ്പോസ് ജി ഹാസ് എ സർക്യൂട്ട്, സപ്പോസ് ജിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് മോർ ദാൻ വൺ പാത്ത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വെർട്ടിസസ്. Then let us consider two vertices A and B be the two vertices which has two distinct path. അങ്ങനെയാണെങ്കിൽ എന്താണ് മോർ ദാൻ വൺ പാത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് അവിടെ എക്സിസ്റ്റ് ആവുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ കണക്റ്റഡ് ബൈ ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് സച്ച് എസ് P1 and P2, which is a contradiction to the assumption, because our assumption is, what is our assumption? We have taken that there is one and only one path between every pair of vertices. So G has no circuits, hence therefore G is a tree. This is the fourth proof. So we have നമ്മളിവിടെ എന്താണ് 4 തിയറംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ എടുത്തു. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് 2 തിയറം 3.1ഉം 3.2ഉം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. തിയറം 3.1 ആൻഡ് തിയറം 3.2 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇത് രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത തിയറംസ് പ്രൂവ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് തിയറം 3.3 ആൻഡ് 3.4. ഇത് ബാക്കി 4 തിയറംസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.